ഇതിനോടൊപ്പം ഉള്ളത് തിരുവോണത്തോണിക്ക് അകമ്പടി സേവിച്ച് എത്തിയ വിവിധ കരക്കാരുടെ പ്രതിനിധികളായിട്ടുള്ള പൂവത്തൂർ കിഴക്ക് കരക്കാരും അതോടൊപ്പം തന്നെ പടിഞ്ഞാറ് കരക്കാരുമാണ്. നിരവധി ആളുകൾ നമുക്ക് വേണ്ടി വഞ്ചിപ്പാട് പാടാൻ തയ്യാറായിരിക്കുകയാണ്. നമുക്ക് തുടങ്ങിയാലോ? ശരി. സങ്കീർത്തനം ഗോവിന്ദ ഹരി ദിവിഷ, ഇനി ഇവർക്ക് നമ്മളോട് മാതൃഭൂമി പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് കൂടി കേൾക്കാം. എന്താണ് പറയാനുള്ളത് തിരുവോണ ദിവസം? ഇവിടുന്ന് സദ്യയൊക്കെ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ? ഇന്ന് സദ്യ ഇല്ല. സദ്യ തന്നെ ഞങ്ങളെല്ലാം വീടുകളിലാണ് ഓണസദ്യ. ഇനി നാളെ മുതലേ ഉള്ളൂ ഇവിടെ വള്ളസദ്യ ഉള്ളൂ. ഞങ്ങളിപ്പോൾ തിരുവോണത്തോണി കണ്ട് തിരുവാറന്മുളപ്പിനെ കണ്ട് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. എല്ലാവർക്കും തിരുവോണാശംസകൾ നേരുന്നു.